തട്ടത്തിൻ മറയത്തിന് മാത്രമായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ബെസ്റ്റ് സോങ് എന്നുള്ള രീതിയിൽ ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഡെഫിനറ്റ്ലി ബെസ്റ്റ് ലിറിസിസ്റ്റ് അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ദുബായിക്ക് ഇതുപോലത്തെ ഒരു അവാർഡിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവർ തന്നെ ഇഷ്യൂ ചെയ്ത വീസ ആയിരുന്നു. ഞാൻ TCC വർക്ക് ചെയ്ത സമയമായിരുന്നു. ഇപ്പോൾ ഉള്ളത്രയും കൂടെ വെയിറ്റ് ഇല്ല, ഒരു 38-40 അടുത്തൊക്കെ കഷ്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു കുട്ടി ഇമിഗ്രേഷനിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ടിക്കറ്റ് കാണിക്കുമ്പോൾ പർപ്പസ് ഓഫ് യു വിസിറ്റ് ഇവിടുന്ന് ക്ലിയർ ചെയ്യണമല്ലോ. അപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് പറയാൻ ആദ്യം ഇച്ചിരി ചമ്മലായിട്ട് ഞാൻ പറഞ്ഞു ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണ്. അപ്പോൾ അവർ ചോദിച്ചാൽ എന്ത് ഫംഗ്ഷൻ? അപ്പോൾ അവരുടെ വിചാരം ഇനി എങ്ങാനും ജോലിയെല്ലാം അന്വേഷിച്ച് പോകുന്ന ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും കുട്ടി. അപ്പോൾ ഞാൻ ഫൈനലി നിവർത്തിയില്ലാതെ പറഞ്ഞു ഞങ്ങൾ പാട്ട് എഴുതിയിട്ടുണ്ട്, എനിക്കൊരു അവാർഡിന് വേണ്ടി പോവുകയാണെന്ന്. അവരെന്ത് ചെയ്താൽ വിശ്വസിക്കില്ലായിരുന്നു. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു ഷാൻ റഹ്മാൻ മ്യൂസിക് ചെയ്ത പാട്ട് തട്ടത്തിൻ മറയത്ത്. പാട്ട് എനിക്കറിയാം, ഷാൻ റഹ്മാൻ എനിക്ക് നല്ലപോലെ അറിയാം, പക്ഷെ അനുലസ സാരാണ് നമ്മൾ കേട്ടിട്ട് പോലില്ല. അപ്പം അവർക്ക് അത് കയറി എന്നെ വിടുമ്പോൾ വരെ അവരുടെ വിചാരം എന്തോ ഉടായ്പ പരിപാടിയായിട്ട് ഞാൻ പോയിരിക്കുന്നതാണ്. ഞാൻ കുറേ കെഞ്ചി. ആ സമയത്ത് നാട്ടിക്കളൊന്നുമില്ല, ഒരെണ്ണം പോലും എടുത്ത് കാണിച്ച് ശരിക്കും ഞാൻ പാട്ടെഴുതുന്ന ഒരാളാണ്. ഇതുപോലെ ഗൂഗിളൊന്നും നമുക്ക് അത്രയും ഒന്നുമില്ല. അപ്പം ഞാൻ കുറേ പറഞ്ഞ് കെഞ്ചിയിട്ടാണ്. അപ്പോൾ അതുവഴി ലാൽ ജോസ് സാറ് പോകുന്നുണ്ട്. അപ്പോൾ സാറിനോട് ഞാൻ ഹലോ പറഞ്ഞു. അപ്പോൾ സാറിനെ ജസ്റ്റ് പരിചയപ്പെട്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് പോകുന്നുണ്ട്, സാറിന് അറിയാം എൻ്റെ ഐഡന്റിറ്റി, ഒന്ന് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ. കുറേ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്നെ ഇമിഗ്രേഷൻ. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സമയത്ത്. ഫസ്റ്റ് ടൈം ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകും വിചാരിച്ചില്ല.